ഹായ് എവ്രി വൺ, എൻ്റെ പേര് അപർണ വിവേക്. നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, അറിവിടാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണു. ഞാനൊരു ആക്ട്രസ് ആണ്. ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ സിനിമ ആത്മസഹോ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്. PVRൽ, ADSൽ, നെടുമങ്ങാട്, സൂര്യയിലും. ട്രിവാൻഡ്രത്തുകാരി ആയതുകൊണ്ട് ഞാൻ ഈ മൂന്നെണ്ണം അവൈലബിൾ ആണെന്നുള്ളത് പറഞ്ഞാണ്. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നതിന് ഒരു കാരണമുണ്ട്. എനിക്ക് കുറച്ച് മുന്നേ തൊട്ട് മേ ബി ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ടാവും എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടു, കുറച്ച് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വർക്കിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കതിൽ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. സോ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നെ എല്ലാ പേരും എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് വരുമ്പോൾ ലൈക്ക് ചെയ്യുക, കമൻസിൽ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ വാചകടിച്ചു പോകാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ അത്യാവശ്യം ഈ ഒരുങ്ങുന്നതിലും അഗൈൻ ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് അൺബോക്സിങ് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാം, അതിന്റെ റിവ്യൂസ് എന്താണ് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടീന്റെ ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ആണ്. കാണാമോ എന്നറിയില്ല. ഓക്കെ, ദിസ് ഇസ് സ്വിസ് ബ്യൂട്ടി ഫൗണ്ടേഷൻ. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് എനിക്ക് ഡെലിവറി ഇന്ന് ഓഫീസിൽ കിട്ടിയിട്ടേ ഉള്ളൂ. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ട്, കുറച്ച് പാടാണ് ഓപ്പണൊക്കെ, എങ്ങനെയുണ്ട്, എൻ്റെ സ്കിന്നിനെ മാച്ച് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. സോ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ആണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ആയിരിക്കണം എന്നില്ല. സോ ഇതാണ് അതിൻ്റെ ബോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കൂടുതലായി പോയി. ഓക്കെ, സോ ഇതെന്റെ സെയിം കളറാണ്. സി, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്ക് അത്യാവശ്യം എൻ്റെ സ്കിന്നിൽ സ്യൂട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കവറപ്പ് ഉണ്ട് നോക്കാം. എനിക്ക് അവിടെ ഒരു ചെറിയ മോളുണ്ട്, നോക്കട്ടെ. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഒരു ശകലം പ്രോഡക്റ്റ് മതി. ഞാനിപ്പോൾ എടുത്തത് ശരിക്കും കൂടുതലാണ് കേട്ടോ. നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ വെച്ചിട്ട് ഇടുമ്പോൾ ശരിക്കും സി ആ ഡിഫറൻസ് ഉണ്ടോ. എൻ്റെ മുഖം കുറച്ച്, എൻ്റെ മുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സി. അപ്പോൾ ഓൺലൈനാണ് എടുത്തതെങ്കിലും ഇറ്റ്സ് അടുത്തത് എൻ്റെ കയ്യിലുള്ളത് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഐബ്രോ ആൻഡ് ജെൽ ലൈനർ ആണ്. എനിക്ക് ശരിക്കും കേട്ടോ, ഞാൻ ജെൽ ലൈനേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഐലൈനേഴ്സിലേക്ക് തിരിച്ചു പോകാനേ പറ്റുന്നില്ല. ബിക്കോസ് ഐലൈനർ എപ്പോഴും എനിക്ക് പൊതുവെ സെറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. എപ്പോഴും അതൊക്കെ എന്താ പറയുക, വിയർക്കുമ്പോൾ ഒലിച്ച് വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ എനിക്ക് പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഒന്നെങ്കിൽ ജെൽ ലൈനേഴ്സ് ആണ്, അതല്ലെങ്കിൽ ഞാൻ കാജലിൽ അത് വെച്ചിട്ട് തന്നെയാണ് മേലിട്ട് എഴുതല്. സോ ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ട് അടിപൊളിയാണ്. സി, അതിനകത്തൊരു കേസ് പോലെ വന്നിട്ട് സി അടിപൊളിയായിട്ടുണ്ട്. സോ ഇതാണ്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ നമുക്കൊരു ബ്രഷ് ഉണ്ട്, ഒരു ആംഗുലർ ബ്രഷ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയ ചെരിവുള്ള ഒരു ആംഗുലർ ബ്രഷും ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഐലൈനർ എഴുതാനുള്ള. സോ എനിക്ക് ക്യൂട്ടായിട്ടുള്ള കേസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇവിടെ തുറക്കുമ്പോൾ നമുക്ക് ബ്രോസിനുള്ള ഡ്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഉള്ളത്. ആൻഡ് നമ്മൾ താഴെ തുറക്കുമ്പോൾ നമ്മുടെ ഐലൈനർ. സോ നമുക്ക് ആദ്യം ബ്രോസ് ഇട്ട് നോക്കാം. ഓക്കെ, സോ ബ്രോസിനുള്ളത് ഈ ആംഗുലർ ആണ്. ഞാനിപ്പോൾ എൻ്റെ പുരുകത്തിൽ ഒന്നും ഇട്ടിട്ടില്ല, എൻ്റെ പുരുകം പ്രോഡക്ട്സ് ഒന്നുമില്ല. ഇതെൻ്റെ നാച്ചുറൽ ബ്രോസ് ആണ്. ഓക്കെ, സോ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ഗ്യാപ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ കണ്ടോ,
നമുക്ക് ഇട്ട് നോക്കാം. സോ സി ആ ഗ്യാപ്പ് ഫിൽഡായി. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് വളരെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ എടുക്കണുള്ളൂ, ബിക്കോസ് എനിക്ക് ഒരുപാട് കരി എഴുതിയതുപോലെ വെക്കുന്നത് എനിക്കിഷ്ടമില്ല. ആൻഡ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് താഴെ കുറച്ചൊന്ന് കട്ടിക്കാക്കി കൊടുക്കാം. സി എന്ത് ഡിഫറൻസ് അല്ലേ. ഞാൻ ശരിക്കും വരച്ച പോലെയാണ്. ശരിക്കും വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ബ്രോ പെർഫെക്റ്റ്, തംസ് അപ്പ്. സോ നമ്മൾ ബ്രോസിന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെൽ ലൈനർ. ജെൽ ലൈനർ എങ്ങനെ, പിന്നെ ജെൽ ലൈനർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് നേരം അത് തുറന്നു വെക്കരുത്. ഓ ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ജെല്ലാട്ടോ, തീരെ ഹാർഡേ അല്ല, ഭയങ്കര സ്മൂത്താ. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഞാൻ കാജൽ തന്നെയാണ് ഇട്ടിരിക്കണത് കുറച്ച് മേലെ, പക്ഷെ നമുക്കൊന്ന് കുറച്ച് വലുതാക്കി വരച്ചു നോക്കാം. ഓ സോ സ്മൂത്ത്. സി അയ്യോ ഒറ്റ സ്ട്രോക്കില് ശകലം പ്രോഡക്റ്റ് ഞാൻ എടുത്ത. സി നല്ല ഷൈൻ ഉണ്ട് കേട്ടോ. അതിലൊരു അടിപൊളി, സോ സ്മൂത്ത്. എനിക്ക് കുറച്ച് താഴെയും കൂടി ആക്കാം. എൻ്റെ ബാലൻസ് പ്രോഡക്റ്റാ. സീ ദ ഡിഫറൻസ്. ഓ മൈ ഗോഡ്. ഞാൻ അപ്പുറത്തെ കണ്ണിലും കൂടെ വരയ്ക്കട്ടെ. സോ എൻ്റെ 2 കണ്ണിലും എഴുതി, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഒറ്റ ഒരു സ്ട്രോക്കിൽ ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ബ്ലാക്കും ആൻഡ് ഇത്ര സ്മൂത്ത്ലി അത് ഗ്ലൈഡ് ചെയ്തു. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇതും തംസ് അപ്പ്. സോ അടുത്തതും ഒരു ഐബ്രോ പെൻസിൽ വിത്ത് അതിൻ്റെ ഒരു സ്പാച്ചുല ഉള്ളതാണ്. ഞാനെന്താ 2 ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി ഡ്രൈ പ്രോഡക്റ്റ്സ് കൂടി ഇരുന്നോട്ടെ എന്ന് ഇഷ്ടമായിരിക്കും. സോ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് നല്ല ക്വാളിറ്റിയാണ്, ബ്രഷിനൊക്കെ നല്ല ക്വാളിറ്റി. സോ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ബ്രോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മേലേക്ക് ഇതിനെ കോംബ് ചെയ്യാം എന്നുള്ളതാണ്. സോ മേലേക്ക് കോംബ് ചെയ്തു. ഓക്കെ. സോ പെൻസിൽ ഇത് ബ്രൗൺ കളറാണ്. ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല ഒരിക്കലും. ബ്രൗൺ അതും ഞാൻ അമർത്തുന്നേ ഇല്ല, വെറുതെ ലൈറ്റായിട്ടൊരു വര വരച്ചു. സെയിം വേ ഇത്രയും ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് അത് സ്കിന്നിൽ ടച്ച് ചെയ്തു എന്ന് വരുത്തുന്നതേ ഉള്ളൂ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സ്പാച്ചുല വീണ്ടും എടുത്തിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. സോ അതിൽ ആ ഹാർഷ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിൽ merge ആവും. സി ഇപ്പം എൻ്റെ നാച്ചുറൽ ബ്രോസ് പോലെ തന്നെയാണ്, വരച്ചെന്ന് അറിയുന്നില്ല. സോ thumbs up again. സോ 5ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐ ഷാഡോ കുഞ്ഞ് പാലറ്റാണ്. എത്ര ഐ ഷാഡോസ് ഉണ്ടെങ്കിലും ശരിക്കും കേട്ടോ എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി. അപ്പം നമുക്ക് ഈസി ടു ട്രാവലൊക്കെ ആകുമ്പോൾ ഈസി ടു ക്യാരി ആണ്. ആൻഡ് അത്യാവശ്യം ഞാൻ എല്ലാ കളേഴ്സ് വരുന്ന രീതിക്കുള്ളതാണ് എടുത്തത്. നമുക്ക് തുറന്നു നോക്കാം. സോ യെസ്. സോ ഇതാണ് കളേഴ്സ്. നിങ്ങൾക്ക് കളേഴ്സ് കാണാമോ? എൻ്റെ കാണുന്നില്ല, കളേഴ്സ് കാണാമോ? സി 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 ഓക്കെ, ഞാൻ തുറക്കാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കറക്റ്റ്. യെസ്, സി ദ കളേഴ്സ്. ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ബ്ലൂ, ദെൻ ഗോൾഡൻ, ബ്ലാക്ക്, ഒരു മറൂൺ, ദെൻ ലൈറ്റർ ഗ്രീൻ, പിങ്ക്, മജന്ത, ഓറഞ്ച്, ബ്രൗൺ. അഗൈൻ ഈ ബ്രൗൺ നമുക്ക് വേണമെങ്കിൽ കോൺടോറിങ്ങിന്, ഈ ഐബ്രോസിൻ്റെ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ എങ്ങനെ കാണിക്കാം നോക്കട്ടെ. സോ ബ്ലാക്ക് ആസ് ഓൾ നോ, അയ്യോ നമുക്ക് നല്ല പിഗ്മെൻ്റഡാ. ആൻഡ് ഗോൾഡൻ കാണാമോ? ബ്ലൂ,
ജസ്റ്റ് തൊട്ടിട്ടേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് അമർത്തിയിട്ട് പോലും ഇല്ല. ഓ മൈ ഗോഡ്, ദാറ്റ് മറൂൺ സീ സോ ഗുഡ്. പിന്നെ ഗ്രീൻ, ഓ മൈ ഗോഡ്, സീരിയസ്ലി. പിങ്ക്, ഓ പിങ്കിനൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് മിക്സ് ആയിട്ടാണ് കേട്ടോ. ദെൻ കംസ് magenta, oh my god, this is not orange as in it's like red. പക്ഷെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള മെജന്ത ആയിട്ടൊന്ന് മിക്സ് ആയി. സോ വേറെ ഫിംഗർ എടുക്കാം. ഓക്കെ, ദിസ് ഇസ് ബ്രൗൺ ആസ് വെൽ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഐ ഷാഡോ ഇട്ടിട്ടില്ല. സോ മേ ബി ഞാൻ കുറച്ച് ഐ ഷാഡോ ഇടാം. ഏത് കളർ ഇടാം? ഐ ഗോ വിത്ത് മറൂൺ. ഓ മൈ ഗോഡ്, സീ, ഞാൻ ഒരു തുള്ളി മാത്രമാണ് ഇതിൽ തൊട്ടിട്ടുള്ളത്. എന്താ പിഗ്മെന്റേഷൻ, ഓ മൈ ഗോഡ്. സോ നമ്മൾ കയ്യിലല്ലാണ്ട് എക്സ്ട്രാസ് എടുക്കുമ്പോൾ ബ്രഷിലാണെങ്കിൽ തട്ടി കളഞ്ഞിട്ട്, ഓ മൈ ഗോഡ്, സീ ദിസ്. പിന്നെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും രാത്രി എവിടെയും പോകുന്നില്ല, ഇതൊരു ഷൂട്ട് ചെയ്യുന്ന രാത്രിയാ. സോ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ഇൻ്റമ്മേ നല്ല പിഗ്മെന്റഡ് ആട്ടോ. ബ്രഷ് ഡെഫിനറ്റ്ലി നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ദിസ് ഇസ് സോ പിഗ്മെന്റഡ്. ഓ മൈ ഗോഡ്, സീ ദിസ്, ടോട്ടൽ ലുക്ക് ചേഞ്ച് ആയി. അടിപൊളി. ഇറ്റ്സ് എ തംസ് അപ്പ്. സോ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് അഗൈൻ സ്വിസ് ബ്യൂട്ടീൻ്റെ മാറ്റിഫൈയിങ് മേക്കപ്പ് പ്രൈമറാണ്. ഇപ്പം ബേസിക് ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫുൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാം ഫോർ ബിഗിനേഴ്സ് ആൻഡ് നമ്മുടെ നോർമൽ ഔട്ട്ഫിറ്റിനൊക്കെ പോകാൻ, ഈസി ആയിട്ട് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടാൻ. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളൊരു അത്യാവശ്യം ഒരു പാർട്ടി ലുക്കൊക്കെ ഈവനിങ് ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യുക. പ്രൈമർ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ മാറ്റിഫൈയിങ് മേക്കപ്പ് പ്രൈമറാണ്. ബ്ലേഴ്സ് പോസ് സ്മൂത്ത് ഇൻ ബേസ് ആണിത്. അപ്പോൾ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം. ഒരു എന്താ പറയുക, കുഴിവോ ഡ്രൈനെസ് കാരണമുള്ള ഒരു അൺഈവൻ സ്കിന്നോ ഒന്നും ആവാണ്ട്. സോ സി, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ കളേഴ്സൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ച് കണ്ടോ, ഇതൊരു ജെൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ ഇതിന് ഇപ്പം ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തു, ബട്ട് സ്റ്റിൽ ഇതാണ് നമ്മുടെ മുഖത്തിടുക. ആൻഡ് ദിസ് വിൽ ഗിവ്, എന്ത് സ്മൂത്ത് എന്നറിയാം, തൊടുമ്പോൾ എൻ്റെ സ്കിൻ തന്നെ എനിക്ക് സ്മൂത്ത് ആയതുപോലെ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് സോഫ്റ്റ്. ഇത് നല്ലോണം നമ്മുടെ സ്കിന്നിൽ അൺഈവനായിട്ട് ലൈക്ക് കുഴിവ് പോലെയോ അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈനെസ് കൊണ്ടിട്ടൊക്കെ ചിലയിടത്തൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ്. അത് നമ്മൾ എപ്പോഴും പറയും, പെയിൻറ്റ് ചെയ്യുമ്പോൾ പോലും ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ ക്യാൻവാസിൽ ആ ക്യാൻവാസ് സ്മൂത്ത് ആണെങ്കിൽ ആ പെയിൻറ്റിങ് അത്രയും നന്നാവും. സെയിം വേ ആണ് മേക്കപ്പ്. നമ്മൾ എവിടെയാണോ മേക്കപ്പ് ചെയ്യണ ആ ഏരിയ നല്ല സ്മൂത്ത് സോഫ്റ്റ് ആൻഡ് സെയിം ടോണിൽ ടെക്സ്ചറിൽ ഇരിക്കുമ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പും അത്രയും നമ്മുടെ നന്നായിട്ട് മുഖത്ത് കാണും. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് അൺബോക്സ് ചെയ്ത 6 പ്രോഡക്ട്സ് എങ്ങനെയായി എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഐ ബ്രോസിനുള്ളതും ഐ ജെല്ലും വന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് 5 പ്രോഡക്ട്സ്. ഇതാണ് 6 പ്രോഡക്ട്സ് ആയത്. സോ ഇനിയും ഇതുപോലെ ചിലപ്പോൾ ആഴ്ചയിലോ 1-2 വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആസ് എ ബിഗിനർ ഡെഫിനറ്റ്ലി കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം എന്നോട്. സോ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഒരുപാട് മുന്നോട്ട് ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാവരും അധികം വൈകാതെ തന്നെ കാണാം. ടാറ്റാ.